PC ജോർജിന് 1000 കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ PC ജോർജ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ 101% പെർഫെക്റ്റാണ്. സംഘടിതമായ ഒരു ആക്രമണം, അത് LDF എന്നോ UDF എന്നോ ഒന്നുമില്ലായിരുന്നു. സംഘടിതമായ PC ജോർജ് വിരുദ്ധതയുടെ ഒരു തുടക്കമായിരുന്നു അവിടെ മുതൽ. വെള്ളിയാഴ്ച ഇരാറ്റുപേട്ടയിലെ 64 പള്ളികളിൽ PC ജോർജിനെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തു. ഫത്വ പുറപ്പെടുവിച്ചു, കല്യാണത്തിന് വിളിക്കരുത്. ഇനി മുമ്പോട്ടുള്ളൊരു പ്രയാണത്തിൽ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ഞാനൊക്കെ കണക്കാക്കിയിരുന്നത്. ഞാനും MLA മാരുള്ള ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയേക്കാൾ വലിയ രാഷ്ട്രീയ പാർട്ടി BJP ആണ്. അതെ, സംശയമൊന്നുമില്ല. നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടാൽ 2026 പോലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ കഴിയുന്ന പൊട്ടൻഷ്യൽ BJPക്കുണ്ട്. നമസ്കാരം, ഷൂട്ട് ആൻഡ് സൈറ്റിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ജനപക്ഷത്തിലൂടെ BJPയിലെത്തി നിൽക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷകളിൽ ഒരാളായ യുവ നേതാവാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മറ്റാരുമല്ല, ഷോൺ ജോർജ്. നമസ്കാരം. നമസ്കാരം. ഷോണെ, നമ്മളിങ്ങനെ ആദ്യമായിട്ടൊരു അഭിമുഖം എടുക്കുന്നത്, അപ്പം ഷോണിന് ധൃതിയാണെന്നറിയാം, എങ്കിലും നമുക്ക് വേഗതയിൽ സംസാരിച്ചു പോകാം. ഒന്ന്, ഷോൺ ഒരു രാഷ്ട്രീയക്കാരനാവുന്നത് അച്ഛനെ കണ്ടാന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് എല്ലാ മക്കളും രാഷ്ട്രീയക്കാരനാവത്തില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ തീരുമാനിച്ചത്? എങ്ങനെയാണ് രാഷ്ട്രീയക്കാരനായത്? ഞാൻ രാഷ്ട്രീയക്കാരനായതല്ല, ആക്കിയതാണ്. ശരിക്കും ഇന്ന് വരെയും ഈ നിമിഷം ഇവിടം വരെയും രാഷ്ട്രീയപരമായ ഒരു കാര്യങ്ങൾ ഇടപെടണമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി മുമ്പോട്ട് പോകണമെന്ന് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ PJ ജോസഫ് സാറാണ്. ഞാൻ യഥാർത്ഥത്തിൽ മാർ യുവാനിസിലാണ് ഞാൻ PDC പഠിച്ചത്. ആ കാലത്ത് എനിക്ക് ആദ്യം ആകർഷണം തോന്നിയത് SFIയോടാണ്. ഞാനങ്ങനെ SFIക്കാരനാവുമോ എന്നൊരു സംശയം. ഞാൻ അന്ന് ഇടതുപക്ഷമായതുകൊണ്ട് SFIയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് തെറ്റില്ല. ഞാൻ SFIയുടെ മെമ്പർഷിപ്പ് മേടിച്ചിട്ടില്ല. പക്ഷേ SFIയോട് ചേർന്ന് നിന്ന് ഞാൻ പ്രവർത്തിച്ചു. അപ്പോൾ എങ്ങനെയോ ജോസഫ് സാർ ഇത് ഒരു ദിവസം അറിഞ്ഞിട്ട് ജോസഫ് സാർ പറഞ്ഞു, നീ SFIക്കാരനല്ല, നീ കേരള കോൺഗ്രസ്സുകാരനാണ്. ഞാൻ സാറേ, അതെനിക്ക് കേരള കോൺഗ്രസ് എന്നുള്ള വികാരം തന്നെയാണ്. ഞാൻ ജനിച്ചത് കേരള കോൺഗ്രസ്സുകാരനായിട്ട്. എൻ്റെ അമ്മ വീടും എൻ്റെ അപ്പം വീടും കേരള കോൺഗ്രസ്സാണ്. അപ്പോൾ ഞാൻ കേരള കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഇടതുപക്ഷമല്ലേ, അങ്ങനെയല്ല, നീ അവിടെ യൂണിറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ആദ്യമായിട്ട് KSയിലോട്ട് കൊണ്ടുവരുന്നു. മാർ യുവാനിസിൽ അവിടെ യൂണിറ്റ് ഉണ്ടാക്കിയത് അല്ലല്ല, മാർ യുവാനിസിൽ എനിക്ക് യൂണിറ്റ് ഉണ്ടാകും. പക്ഷേ നമ്മളൊരു സംഘടിതമായ ഒരു 10-12 പേരുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് യൂണിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അതിനുശേഷം ഞാൻ KSയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രൂപീകരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. അതിനുശേഷമാണ് ഞാൻ ലോ അക്കാഡമിയിലേക്ക് വരുന്നത്. ലോ അക്കാഡമിയിൽ വന്ന് അവിടെ ഞാൻ വരുമ്പോൾ ആരുമില്ലായിരുന്നു. അതിന് അവിടെ യൂണിറ്റ് ഞാൻ സ്ഥാപിച്ചു. ആദ്യത്തെ വർഷം തന്നെ ഞാൻ യൂണിയൻ മെമ്പറായിട്ട് ഒരു KSയുടെ ആദ്യമായിട്ട് 33 ചേർന്നായിരുന്നോ? അല്ല, നമ്മൾ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ആ വർഷം ഞാൻ 33 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ ആദ്യമായിട്ട് കേരള കോൺഗ്രസിന് ഒരു മെമ്പർ ഉണ്ടായത് ഞാനാണ്. അപ്പോൾ അങ്ങനെ അവിടെ യൂണിറ്റ് സ്ഥാപിച്ചു. പിന്നെ അത് 13ആയി. ഞാൻ ഇറങ്ങുമ്പോൾ 103 ഇല്ല. അന്ന് അവിടെ ഈ ലോ അക്കാഡമിയിൽ 10-13 പാർട്ടി, എല്ലാ പാർട്ടിയും ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടേതായ ഒരു സംഘടനാ സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. SFIയുടെ ഉപദ്രവം ഇല്ല. മാത്രമല്ല നമ്മൾ ആ മുന്നണി കൂടെയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പം 103 പേരും അവിടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ് അങ്ങനെ ആണ് പറഞ്ഞത്. പിന്നെ ജനറൽ സെക്രട്ടറി ഒക്കെ അവിടെ KC ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ശക്തിയായ ഒരു മൂവ്മെൻറ്റായി മാറി. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ അന്നത്തെ കാലത്താണ് ഈ പ്രൊഫഷണൽ കോളേജ് സമരം നടക്കുന്നത്, LDSF സമരം. അപ്പം ഇന്നൊക്കെ അത് മണ്ടത്തരമാണെന്ന് ഇപ്പം നമുക്ക് തോന്നി. ഞാൻ 18 കേസുകളിൽ പ്രൊഫഷണൽ കോളേജ് സമരത്തിൽ പങ്കെടുത്ത ആളാണ്. 18 കേസ് എനിക്ക് ആ സമയത്ത് അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം അടുത്ത ഗവൺമെൻറ് വന്നപ്പോൾ അതൊക്കെ പോയി. പക്ഷേ നമ്മൾ ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത് നമ്മളന്ന് കാണിച്ച വലിയ അബദ്ധമായിരുന്നു. നമ്മളെ സമരത്തിൽ ഇറക്കി വിട്ടിട്ട് നേതാക്കന്മാരുടെ മക്കളെല്ലാം സ്വാശ്രയ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. എന്നാണ് അന്നത്തെ ആവേശത്തിൽ എടുത്തിയായിട്ട് പിന്നീട് നാട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഞാൻ LDSFിൻ്റെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ഇവിടെ അക്കാഡമി പഠിക്കുന്ന സമയത്ത് 2006 ശേഷം അപ്പോൾ ഞാൻ സംസ്ഥാന നേതാവാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നാട്ടിലോട്ട് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒന്നുമല്ല, എനിക്ക് നാട്ടിലാരെയും അറിയത്തില്ല. അപ്പോൾ 2006 മുതൽ ഞാൻ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചതല്ല, ഞാൻ അവിടെ നാട്ടിൽ നിന്നു. സ്വാഭാവികമായിട്ട് LLB കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നു. പാലായിൽ പ്രാക്ടീസ് തുടങ്ങി. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു രാഷ്ട്രീയം അറിയാമല്ലോ, ഒരു വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനമായ ഒരു രാഷ്ട്രീയമാണല്ലോ കേരള കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ആളുകൾ നമ്മളെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരുമായി ഇടപെടാനും ഒക്കെ നമ്മൾ നിർബന്ധിതനായി. സ്വാഭാവികമായിട്ടും അങ്ങനെ 2011 എനിക്ക് ജില്ലാ പഞ്ചായത്ത് സീറ്റ് നൽകി. പക്ഷേ എനിക്ക് സത്യം പറയാമല്ലോ, അന്ന് എനിക്ക് പാർട്ടിക്ക് ആഴ്ത്ത് നിൽക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അതിനുശേഷം 2020 ജയിച്ചോ? ഞാൻ മത്സരിച്ചില്ല, ഞാൻ മാറിക്കൊടുത്തു. ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിക്കൊടുത്തു. അത് കഴിഞ്ഞ് മാണി ഗ്രൂപ്പിൽ വന്നു. മാണി ഗ്രൂപ്പ് അത് ആ സമയത്താണ് മാണി ഗ്രൂപ്പിലുള്ളത് 2010.
അന്ന് മാണി സാർ എന്നോട് പൂഞ്ഞാർ ജില്ലാ പഞ്ചായത്ത് ജോസഫായിട്ട് അച്ഛൻ ഭിന്നിച്ചു അല്ലേ? 2003 അപ്പോൾ പിന്നെ തിരിച്ച് മാണിയിലേക്ക് പോകുന്നു. അല്ലല്ല, 2003 ജോസഫ് ഗ്രൂപ്പ് ആയിട്ട് പിളർന്ന് കേരള കോൺഗ്രസ് സെക്യുലർ ഉണ്ടായി. അതിനുശേഷം 2009 നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടുന്നത്. 2010 നമ്മൾ UDF ഭാഗമായി. അതിനുശേഷം മാണി ഗ്രൂപ്പിൽ ലയിച്ചു. ആ സമയത്താണ് ഞാൻ ഔദ്യോഗികമായ ഭാരവാഹിയാകുന്നത്. യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, മാണി ഗ്രൂപ്പിൻ്റെ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. അന്ന് ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം പാർട്ടിയുടെ ഡെലിഗേഷൻ എന്ന നിലയിൽ ലോക യുവജന സമ്മേളനത്തിൽ അന്ന് KM മാണിക്ക് വേണ്ടി അധ്വാനവർഗ സിദ്ധാന്തം ലോക യുവജന സമ്മേളനത്തിൽ പോയി അവതരിപ്പിച്ചത് ഞാനാണ്. ഏത് സ്ഥലത്തായിരുന്നു? സൗത്ത് ആഫ്രിക്ക, ജോഹാനസ്ബർഗിൽ വെച്ച് നടന്ന ലോക യുവജന സമ്മേളനത്തിൽ മാണി സാർ എൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് മാണി സാർ ഡ്രാഫ്റ്റ് ചെയ്ത് തന്ന അധ്വാനവർഗ സിദ്ധാന്തം ഞാൻ ലോക യുവജന സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. അധ്വാനവർഗ സിദ്ധാന്തം ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ? അധ്വാനവർഗ സിദ്ധാന്തം ഞാൻ ആകർഷണമാണ് 100%. ശരിക്കും അതൊരു മിക്സഡ് എക്കണോമി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അതിൻ്റെ ഒന്നാമത്തെ വരി തുടങ്ങുന്നത് തന്നെ ആ അധ്വാനവർഗ സിദ്ധാന്തം ഒന്ന് വായിച്ചിട്ട് എങ്ങനെ മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്ത് ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നത്. അതിൻ്റെ അധ്വാനവർഗ സിദ്ധാന്തം ഒന്ന് വായിച്ച് നോക്കണം. അതിൻ്റെ ആദ്യത്തെ വരി തുടങ്ങുന്നത് കമ്മ്യൂണിസം ഈ ലോകത്തിന് ചേർന്നൊരു ഇസമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാണി സാറിൻ്റെ അധ്വാനവർഗ സിദ്ധാന്തം തുടങ്ങുന്നത് തന്നെ. അത് ഈ ലോക യുവജന സമ്മേളനത്തിൽ അന്ന് വലിയ വിവാദമായി, വലിയ പ്രശ്നമായി. കാരണം അത് ഈ ഇടതുപക്ഷ സംഘടനയാണ് ലോക യുവജന സമ്മേളനം. ഞാൻ ഈ സിദ്ധാന്തം അവിടെ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ അവിടെ ഉന്തും തള്ളും അല്ലാതെ ബാക്കിയെല്ലാം നടന്നു. ഞാൻ ഈ പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ അന്ന് പക്ഷേ നമ്മുടെ കൂടെ ഇവിടുന്ന് അന്ന് നമ്മുടെ MLA ആയിരുന്ന സജി ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നത്, കോൺഗ്രസിൻ്റെ ഒരു മറ്റു ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ കൂടിയാണ് യഥാർത്ഥത്തിൽ ആ വിഷയം ഒന്ന് പരിഹരിച്ച് തിരിച്ചു പോകുന്നത്. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടി. അതിനുശേഷം സജീവ പാർട്ടി പ്രവർത്തകനായി നാട്ടിൽ തന്നെ നിന്നു. പിന്നെ 2020 ഞാൻ പറഞ്ഞു മുന്നണിയാണെങ്കിൽ അവിടെ മത്സരിക്കാൻ ഇഷ്ടംപോലെ പാർട്ടി നേതാക്കന്മാരുണ്ട്, ഒറ്റയ്ക്കാണെങ്കിൽ മത്സരിക്കാം, ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് മത്സരിക്കേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അതുപോലെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നണിയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ആയി. അപ്പോൾ ഞാൻ മത്സരിക്കേണ്ടി വന്നു. പക്ഷേ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാനൊരു 10-15 വർഷം ഞാൻ ഏറെക്കുറെ പൂഞ്ഞാറിൽ തന്നെ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നെ കൈവിടില്ല എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. പൂഞ്ഞാർ തെക്കേക്കരയോ ഏതായിരുന്നു? 7 പഞ്ചായത്താണ് എൻ്റെ ജില്ലാ പഞ്ചായത്ത്. 7 പഞ്ചായത്ത്. പൂഞ്ഞാർ ഒരു നിയമസഭാ മണ്ഡലത്തിന് എത്ര ഉണ്ട്? 87 വാർഡുകളുണ്ട്. എനിക്ക് ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എൻ്റെ ആയിരിക്കും. 7 പഞ്ചായത്ത്. അപ്പോൾ ഒരു നിയമസഭ തന്നെ. പാലാ നിയോജകമണ്ഡലത്തിന് 4 പഞ്ചായത്തും പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിന് 3 പഞ്ചായത്തും. 2 നിയമസഭാ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചു. ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അത് തീക്കോയി, തലനാട്, മേൽഗാവ്, മൂന്നലവ്, തലപ്പലം, തെടനാട്, പൂഞ്ഞാർ, ഇത്തരം പഞ്ചായത്തുകൾ. അതായത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് ചുറ്റും കിടക്കുന്ന 7 പഞ്ചായത്തുകളാണ് എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. ഒറ്റയ്ക്ക് നിന്നെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ എല്ലാ 3 മുന്നണിയുടെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി ജയിക്കാൻ സാധിച്ചു. അപ്പോൾ ഭൂരിപക്ഷം 2100. രണ്ടാമത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ്, മൂന്നാമത് CPM, നാലാമത് BJP. അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഇപ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അപ്പോൾ BJPയുടെ ഒരു മെമ്പറാണ്. അപ്പോൾ വേറെ ആരും ഇല്ലല്ലോ ജില്ലാ പഞ്ചായത്ത്? ഇല്ല, BJPക്ക് കേരളത്തിൽ 3 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരാണ്. 2 പേര് കാസർഗോഡ് നിന്നാണ്. ഒന്ന് ഒരു ജനറൽ സീറ്റാണ്, ഒന്ന് ഒരു സംവരണ സീറ്റാണ്. പിന്നെ കോട്ടയത്ത് നിന്ന് ഞാൻ. ഈ ജോസഫ് വിട്ട് മാണിയിലേക്ക് പോയത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ പിന്നീട്? ഈ ചോദ്യത്തിന് എനിക്ക് എൻ്റെതായ ഉത്തരവുണ്ട്. പക്ഷേ അത് പക്ഷേ കാലഘട്ടങ്ങൾ മറിഞ്ഞു പോകുമ്പോൾ ആളുകൾ എത്രമാത്രം ഓർത്തിരിക്കുന്നറിയില്ല. PC ജോർജ് എടുത്തിട്ടുള്ള ഓരോ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും പുറകിൽ ഒരു വ്യക്തമായ റീസൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും പോന്നു. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പോകുന്നതിൻ്റെ കാര്യം എന്താണ്? 1996-2001 കാലഘട്ടത്തിലെ +2 അഴിമതി നിങ്ങൾക്കെല്ലാം ചേട്ടൻ ഓർക്കുന്നുണ്ടാവും. എവിടെയൊക്കെ വിൽക്കാവോ അവിടെയെല്ലാം +2 വിറ്റിട്ടുണ്ട്. പക്ഷേ അത് ജോർജാ വിറ്റെന്നാണ് ഇവർ പറയുന്നത്. അതെ, വിറ്റവർക്കെതിരെ പപ്പായ എടുത്ത നിലപാടാണ് യഥാർത്ഥത്തിൽ ആ സ്പ്ലിറ്റിൻ്റെ കാരണം. കാരണം അന്ന് എതിർ വിഭാഗത്തിൽ നിന്ന് മുഴുവൻ ആളുകളും ജൂവലറിയും എസ്റ്റേറ്റുകളും ഒക്കെ മേടിച്ച ആളുകളുണ്ട് ആ സമയത്ത്. അപ്പോൾ ഇവരെല്ലാം ഒരു സംഘടിതമായ ഒരു സ്ഥലത്ത് നിന്ന് PJ ജോസഫിൻ്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി PC ജോർജ്, ഇവരെ തമ്മിൽ അകറ്റുക എന്നുള്ളത് ഇവരുടെ അജണ്ടയായിരുന്നു. ആ അജണ്ട നടപ്പിലാക്കി ഒരു സുപ്രഭാതത്തിൽ PC ജോർജിനെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി. അന്ന് PC ജോർജിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്ത ഒരാൾ പിണറായിയാണ്. പാർട്ടി അത് എല്ലാ കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരള കോൺഗ്രസുകളെ പിളർത്തുന്ന കാര്യത്തിൽ ഇവർക്ക് പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നു. എപ്പോഴും താല്പര്യം. ആ താല്പര്യത്തിൽ തന്നെയായിരുന്നു അന്ന് എല്ലാ പിന്തുണയും കൊടുത്തത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായിയാണ്. പാർട്ടി പിളർന്ന് 2ാമത്തെ ദിവസം മുന്നണിയിൽ നേരിട്ട് പ്രവേശിപ്പിച്ചു. അതിനുശേഷം 2006 ഇതേ പിണറായി തന്നെ ജോസഫ് ഗ്രൂപ്പുമായി ചേർന്ന് ഇപ്പം വർഗീസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ മാത്രം അടർത്തിയെടുത്ത് പാർട്ടി പിളർന്നെന്നാക്കി മുന്നണിയിൽ നിന്നും മാറ്റി നിർത്തി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ ആ തീരുമാനം അന്നത്തെ ശരി അതായിരുന്നു. കാരണം മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു പറ്റം ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ഒരു സൈഡിൽ നിൽക്കുന്നു. അതിനുശേഷം ഈ PC ജോർജിനെ പുറത്താക്കുന്ന സാഹചര്യം വന്നപ്പോൾ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുക എന്നല്ലാതെ അന്ന് വേറെ പോകാൻ വഴിയില്ലായിരുന്നു. മാണി അത്രയും ചീത്ത വിളിച്ചിട്ട് മാണിയിലേക്ക് ചേർന്നത് ഒരു ബുദ്ധിമുട്ടായില്ലായിരുന്നു?
പി സി ജോർജിനേക്കാൾ നല്ല രാഷ്ട്രീയക്കാരൻ കെ മാണിയാണ്. അതിനൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. കെ മാണി മധ്യ കേരളത്തിൻ്റെ പൾസറിഞ്ഞ ഏറ്റവും നല്ല പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് കെ മാണിയാണ്. അത് ലോകത്തെ ഏത് രാഷ്ട്രീയക്കാരേക്കാൾ വലിയ പൊളിറ്റീഷ്യൻ കെ മാണിയാണ്. എന്തുകൊണ്ട് മാണി ഗ്രൂപ്പിൽ ലയിച്ചു അല്ലെങ്കിൽ മാണി പി സി ജോർജിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ സ്നേഹം കൊണ്ടത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. മാണി സാറെ എനിക്ക് വ്യക്തിപരമായി എൻ്റെ രാഷ്ട്രീയപരമായി എനിക്ക് വളരെ പഠിക്കുന്നൊരു മനുഷ്യനാണ്. മാണി സാറിനെ പഠിക്കേണ്ട ആളാണ്. പക്ഷേ അന്ന് 2011 മാണി സാറ് ജയിച്ചത് 4000 വോട്ടിനാണ്. 2011 ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിന് 6 പഞ്ചായത്തുകൾ, അതായത് പി സി ജോർജ് 80 മുതൽ പ്രതിദാനം ചെയ്യുന്ന 6 പഞ്ചായത്തുകൾ പാലാ നിയോജകമണ്ഡലമായി. അവിടെ മാണി സാറിനെ ജയിക്കണമെങ്കിൽ പി സി ജോർജിൻ്റെ പിന്തുണ കൂടിയേ തീരുമാനമായിരുന്നു. അത് അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചു. അങ്ങനെയാണ് ലയനം വന്നത്. അല്ലെങ്കിൽ ആ ലയനമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മളൊക്കെ മനസ്സ് തുറന്നാണ് ലയിച്ച്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് മനസ്സാറിൻ്റെ പി എസ് CBD ചോദിച്ചറിയാം. ആ ലയന സമ്മേളനം വന്ന് സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് കരയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ തറവാട്ടിൽ എന്ന നിലയിലേക്ക് ഞാൻ കേരള കോൺഗ്രസിൻ്റെ സർവ്വസന്നദ്ധത്തോടും ഒരുമിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര വലിയൊരു വികാരമായി. എനിക്ക് മാത്രമല്ല, ഓരോ കേരള കോൺഗ്രസ് നയിക്കുന്ന സാധാരണക്കാരായ എല്ലാവർക്കും കേരള കോൺഗ്രസ് ഒരു വികാരം തന്നെയായിരുന്നു. പിന്നെയും അവിടുന്ന് വിട്ടുപോണ്ടി വന്നൊരു സാഹചര്യം ബുദ്ധിമുട്ടായില്ല. അടുത്ത അഴിമതി ബാർകോഴയുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് എടുത്ത നിലപാടല്ലേ പി സി ജോർജിനെ അവിടുന്ന് പുറത്ത് കളഞ്ഞത്. പക്ഷെ ജോർജ് ചാനലിൽ ഭയങ്കരമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു മാനസാറിനെ ആ തുടക്ക കാലഘട്ടത്തിൽ. പക്ഷേ അതിന് ശേഷം എൻ്റെ വിശ്വാസം ആ പണവുമായി വന്ന വ്യക്തികൾ പപ്പയെ കോണ്ടാക്ട് ചെയ്യുകയും അതിൻ്റെ നിജസ്ഥിതി പപ്പയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ പപ്പ അന്ന് മുതൽ അതിന് എതിരായിരുന്നു. എനിക്ക് അതൊക്കെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആർക്കും അറിയാൻ മേലാത്ത ബാർകോഴയുമായി ബന്ധപ്പെട്ട പണം വാങ്ങി ഒരു അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി. കേരളത്തിൽ 2 വർഷം ഉമ്മൻചാണ്ടി VM സുധീരൻ പ്രശ്നം ഉണ്ടാകുകയും 2 വർഷത്തോളം ബാറുകൾ അടച്ചിടുകയും ചെയ്യുന്നു. ഒരു വ്യവസായം തകർന്നുപോയി ഒറ്റ വിഷയത്തിൽ. ബാർ എന്ന് പറയുന്നത് ടൂറിസവുമായി റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരു വലിയ വ്യവസായ മേഖലയല്ലേ, അതിനെ പൂർണ്ണമായി ഈ ഈഗോയുടെ പ്രശ്നത്തിൽ തകർത്ത് കളഞ്ഞ എന്താണ് മാണി സാറിന് കിട്ടാനുള്ള അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടേണ്ടിയിരുന്ന പണം അവിടെ കിട്ടാതെ വന്നതിൻ്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അവിടെയും പി സി ജോർജ് എടുത്ത നിലപാട് അന്ന് പി സി ജോർജിനെ സംരക്ഷിക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പി സി ജോർജിനെ ഒപ്പം നിർത്തണമെന്ന് പറഞ്ഞിട്ടും മാണി സാർ എടുത്ത തീരുമാനം ആയിരുന്നു ഈ വിഷയം പി സി ജോർജിനെ ചീഫ് ഓഫ് സ്ഥാനത്ത് നിന്ന് മാറ്റുക. അതിനുശേഷമാണല്ലോ പിന്നീട് UDF നിന്നും പുറത്തു പോകുന്നു. പിന്നീട് ഞാൻ പറഞ്ഞ നിങ്ങൾ ജനപക്ഷം അവിടെ വരുന്നു, പി സി ജോർജ് സ്വതന്ത്രനായി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ മുസ്ലിം വിരുദ്ധ പരാമർശം ആ ഒരു ടെലിഫോൺ സംഭാഷണം അത് ഒഴിവാക്കേണ്ടതായിരുന്നു പിന്നീട് തോന്നിയിട്ടുണ്ടോ അച്ഛൻ? തീർച്ചയായിട്ടും. ഒരു അതിൽ പ്രത്യേക ഒരു സംഭവം ഉണ്ടായെച്ചാൽ പുള്ളിയുടെ ഒരു അന്നത്തെ എനിക്കിത് പേഴ്സണലായിട്ട് അറിയാവുന്നുണ്ട്. അന്നത്തെ ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നം ഉണ്ടായി. കാരണം എല്ലാ ദിവസവും ഞാൻ ഉൾപ്പെടെ ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് പിന്തുണ കൊടുത്തു. സുരേന്ദ്രൻ പിന്തുണ കൊടുക്കുന്ന കാര്യം കോൺഗ്രസിന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തി കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. പക്ഷേ കോൺഗ്രസ് അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. അതിനകത്ത് മാണി ഗ്രൂപ്പിൻ്റെയൊക്കെ ഇടപെടലുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രതികരിക്കാതിരുന്നപ്പോൾ നമ്മൾ അപമാനിതരായില്ലേ. അപ്പം നമ്മുടെ പിന്തുണ വേണ്ട. കെ സുരേന്ദ്രൻ അന്ന് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ ശബരിമല സമരത്തിൽ സുരേന്ദ്രനുമായി ചേർന്ന് നിന്നാണ് അന്ന് സമരത്തിൽ ആദ്യമായി അവിടെ വന്ന സ്ത്രീകളെ തടയാൻ പോയത് പി സി ജോർജും കെ സുരേന്ദ്രനും ഒരുമിച്ചാണ്. ആ ഒരു ആത്മബന്ധം അദ്ദേഹമായിട്ട് BJP ആയിട്ട് അതൊരു ബന്ധമില്ലെന്ന് ആ ആത്മബന്ധം അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പിന്തുണ വേണ്ടെന്ന് പറയുകയും കെ സുരേന്ദ്രൻ പി സി ജോർജിനെ വീട്ടിലെത്തി പിന്തുണ ചോദിക്കുകയും ചെയ്തു. വേറെ ഒന്നും പറഞ്ഞില്ല, രാഷ്ട്രീയമൊന്നുമില്ല. കെ സുരേന്ദ്രന് പാർട്ടിയുടെ പിന്തുണ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിലാണ്. ഇതിന് ശേഷം ഒരു ബുധനാഴ്ചയാണ് കെ സുരേന്ദ്രൻ വീട്ടിൽ വരുന്നത്. അന്ന് തന്നെ അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച ഇരാറ്റുപേട്ടയിലെ 64 പള്ളികളിൽ പി സി ജോർജിനെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തു. ഫത്വ പുറപ്പെടുവിച്ചു, കല്യാണത്തിന് വിളിക്കരുത്. അപ്പം ഈ ഒരു രാഷ്ട്രീയപരമായി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്ക് ഒരു വ്യക്തിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ളൂ, അല്ലാതെ നമ്മൾ BJP-യിലൊന്നും ചേർന്നില്ലെന്ന്. അതുവരെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഒരു പ്രശ്നവുമില്ല. അവരുടെ കൂടെ പിന്തുണയോടെ ജയിച്ച MLA ആയിട്ട് തുടരുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വലിയ രീതിയിലുള്ള ആക്രമണമായി. ഫോൺ വിളിച്ച് ബഹളം, കത്തെഴുതി ബഹളം. ആകെപ്പാടെ സുരേന്ദ്രൻ വീട്ടിൽ വന്നുള്ളതാണ് പ്രശ്നം. സുരേന്ദ്രൻ വീട്ടിൽ വന്നു. സുരേന്ദ്രനെ പിന്തുണച്ചു. BJP അല്ല, സുരേന്ദ്രനെ BJP പിന്തുണച്ചില്ല, ആ വ്യക്തിയെ പിന്തുണച്ചു. വേറെ ഒന്നുമില്ല, ഒരു രാഷ്ട്രീയമില്ല അതിനകത്ത്. ഞാൻ മുന്നണിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു. ഒരു 11 മണിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരിക്കലും ഫോൺ ഓഫ് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല. പണ്ട് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന കാലത്ത് അത് ബെഡിനോട് ചേർത്ത് വെച്ച് കിടന്നുറങ്ങും. മൊബൈൽ ഫോൺ ആയപ്പോഴും അത് ചേർത്ത് വെച്ച് ഏത് പാതിരാത്രി ഇപ്പോഴും എടുത്ത് 3 മണിക്ക് ഫോൺ വിളിച്ചാലും പി സി ജോർജ് ഫോൺ എടുക്കുന്ന മനുഷ്യൻ എപ്പോഴും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം
ഏത് പാതിരാത്രിക്കും PC ജോർജിനെ ഫോണിൽ വിളിക്കാം. അത് ആശുപത്രി കേസാകട്ടെ, ആക്സിഡൻറ്റ് കേസാകട്ടെ, ഒരു വഴിത്തർക്കമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, ഇതെല്ലാം ഏത് പാതിരാത്രിക്കും അദ്ദേഹം ഇടപെടുന്ന വിഷയമല്ല. ഇല്ല, അവർക്ക് പ്രശ്നം. ഞാനൊക്കെ 10 മണിയാകുമ്പം ഫോൺ സൈലൻസിലിട്ട് കമത്തി വെക്കുന്ന ആളാണ്. ഇല്ല, ഒരിക്കലും. PC ജോർജ് ഒരിക്കലും, നമ്മളൊക്കെ അങ്ങനെ ശീലിച്ചിട്ടുള്ളവരാണ്, ഫോൺ മാറ്റി വെക്കില്ല. കാരണം നമ്മളെ വിളിക്കുന്ന ആളുകളുടെ ആവശ്യം നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം 11 മണി മുതൽ തുടങ്ങുകയാണ്. 11, 11:30, 12, 12 വിളിച്ച് ചീത്ത വിളിയാണ്. ഇങ്ങനെ ഒരു മാസം ഇങ്ങനെ തുടർന്നതിനിടയിൽ വന്നൊരു ഫോണാണ് അത്. ആരപ്പം ഈ വിളിക്കുന്ന മുഴുവൻ ഇരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട്, ഇസ്ലാം സമൂഹവുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന് പിന്തുണ കൊടുത്തതിനെതിരെ ഉണ്ടായ ഫോൺ വിളികളാണ്. മുഴുവൻ ഗൾഫിൽ നിന്നാണ് വരുന്നത്. അതിൽ വന്നൊരു കോളിനിടയിലാണ് ഈ സംസാരം ഉണ്ടായത്. ആ സംസാരം ഉണ്ടായത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയില്ല. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് അത് ശരിയായിരുന്നു. എന്നാൽ അത് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തെറ്റായിരുന്നു. അത് പക്ഷേ ഒരു ചതിയായിരുന്നായിരിക്കും. ചതിയാണ്. ആ ചതി അല്ലെങ്കിൽ പരിചയമുള്ള ആളൊന്നും ആയിരുന്നില്ല. ഇല്ല, പരിചയമുള്ള ആളൊന്നും ആരാന്ന് ഇപ്പോഴും അറിയത്തില്ല. അറിയില്ല. എനിക്കാളെ അറിയാം. പിന്നെ പപ്പയോട് പറഞ്ഞിട്ടില്ല. ഇല്ല, ആരോടും പറഞ്ഞില്ല. എനിക്കാളെ അറിയാം. അയാളോട് പറഞ്ഞു എനിക്കറിയാവുന്നത്. അയാൾക്ക് എനിക്കറിയാമെന്നറിയാം. അറിയാം. അപ്പോൾ അതോടെ രാഷ്ട്രീയ വലിയൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? ആ ഒരു സംഭവം രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായോ? അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നീട് സംഘടിതമായ ഒരു ആക്രമണം, അത് LDF എന്നോ UDF എന്നോ ഒന്നുമില്ലായിരുന്നു. സംഘടിതമായ PC ജോർജ് വിരുദ്ധതയുടെ ഒരു തുടക്കമായിരുന്നു അവിടെ മുതൽ. അവിടെ അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴും PC ജോർജ് ജയിക്കുമെന്ന സ്ഥിതിയായി. അപ്പോൾ ഉണ്ടായൊരു പ്രശ്നം, സർവേ നടത്തി ആരാണ് 2ാം സ്ഥാനത്തെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഒരു 26,000 വോട്ട് ഒരാൾക്ക് കുത്തിക്കൊടുത്തു. PC ജോർജ് ചോദിച്ച് തോറ്റത് 12,000 വോട്ടിനാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ BJP വിഷയത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് 2021 BJPയോടൊപ്പം ചേർന്ന് മത്സരിക്കാതിരുന്നേ? അതിനുള്ള ശ്രമം നടത്തിയില്ല. അല്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് അത് BJPയുടെ സീറ്റല്ലായിരുന്നു, ഒരു മുന്നണി സീറ്റായിരുന്നു. അപ്പോൾ അതിന് അത്ര ഡിസ്കഷനിലേക്കൊന്നും പോകണ്ട. നമ്മൾ കോൺഫിഡൻ്റ് ആയിരുന്നു, നമുക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമായിരുന്നു. പക്ഷേ ഈ സംഘടിതമായ അതായത് ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു നിലപാടിലേക്ക് ഒരു സമുദായം മുഴുവൻ കൊണ്ട് എത്തിക്കാൻ ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് കഴിഞ്ഞു. അന്ന് അവിടുത്തെ NDA സ്ഥാനാർത്ഥി എത്ര വോട്ട് നേടി 2021? 2021 3000 വോട്ട് കണ്ടു കിട്ടി. അത്ര കിട്ടി. അപ്പോൾ അത് കിട്ടിയാലും ജയിക്കണമെന്നില്ലായിരുന്നു. ഇല്ല. കിട്ടിയാൽ പക്ഷേ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ മറ്റൊരു പരിവേഷം ഉണ്ടായിരുന്നല്ലോ, മറ്റൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. മുന്നണി സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പോകുന്നു, മുമ്പോട്ട് പോകുന്നു, ഈ തോൽവി വിഷമായില്ലേ അച്ഛന്? പപ്പയ്ക്ക് ബുദ്ധിമുട്ടായില്ലേ അത്? എല്ലാ കാലത്തും ഞങ്ങൾ കുടുംബത്തേക്കാൾ കൂടുതൽ ആ നാടിനെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് PC ജോർജ്. PC ജോർജിന് 1000 കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ PC ജോർജ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ 101% പെർഫെക്റ്റാണ്. 101% പെർഫെക്റ്റായ ഒരു മനുഷ്യനാണ്. ഈ 40 വർഷത്തോളം MLAയും ചീഫ് വിപ്പൊക്കെ ആയിട്ടിരുന്ന മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്താണെന്ന് ചോദിച്ചാൽ ഒരു 3-3.5 കോടി രൂപ കടമാണ്. അതാണ് ആളുകൾ വന്ന് അങ്ങനെ ഒരുപാട് പാറമടകളുണ്ടെന്നും എനിക്കുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഒരു ഘട്ടത്തിൽ കുടുംബം കൈവിട്ട് പോകുന്നു തോന്നിയപ്പോൾ ഞാൻ പല കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് മുമ്പോട്ട് പോകണ്ടേ. എനിക്കൊരു PC ജോർജിൻ്റെ മകൻ എന്ന നിലയിൽ, ചീഫ് വിപ്പ് എന്ന നിലയിൽ, വിവിധ കാലഘട്ടങ്ങളിൽ ഭരണത്തിലിരുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏതെങ്കിലും ഇതുപോലെ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങിയിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂഞ്ഞാറ് നടന്നിട്ടുണ്ട്. ഏതെങ്കിലും കോൺട്രാക്ടറുടെ കൂടെ 4 കോടി മേടിക്കായിരുന്നു, 1% മേടിച്ചായിരുന്നു. ചുമ്മാ ഷെയർ കൂടി എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ മേടിച്ചാൽ മതി. നാളിതുവരെ ഒരു മനുഷ്യൻ്റെ 100 രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു മനുഷ്യനാണ് എൻ്റെ പിതാവ്. അതുതന്നെയാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനം. ഓക്കെ. എന്നിട്ട് BJP ചേരുക എന്നുള്ള അതിനിർണായകമായ ആ ഒരു തീരുമാനം പിന്നീട് എടുക്കുക ചെയ്തത്. അപ്പോൾ അത് തെറ്റായോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തെറ്റായെന്ന് എന്നോട് പറയത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണ BJPക്ക് ആവശ്യമാണ്. BJP അതിനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ BJPയിൽ ചേർന്ന് മത്സരിക്കുന്നതിനെക്കാട്ടും നല്ലതായിരുന്നു ജനപക്ഷം എന്ന നിലയിൽ BJPയോടൊപ്പം ഉണ്ടാവരുത്. കാരണം വഴിയെ പോകുന്ന കടലാസ് സംഘടനകളൊക്കെ ഇവിടുത്തെ NDAയിലുണ്ട് കേരളത്തിൽ. ഞാൻ ഒരുപാട് കടലാസ് സംഘടനയുടെ പേര് കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചാൽ, എന്നെ ഒരു ഘടകകക്ഷിയുടെ നേതാവാണ്, NDAയുടെ സഖ്യകക്ഷി. ഞാൻ ചിരിച്ചാലെ കളിയാക്കി വിട്ടിയാതെ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു BJPയിൽ ചേരുക? BJPയുടെ ഘടകകക്ഷികളെ ആരെയും കുറച്ച് കാണാമെന്ന് ഞാനില്ല. എല്ലാവർക്കും അവരുടേതായ മേഖലയിൽ ഒരു പഞ്ചായത്തിൽ ശക്തിയുള്ള ആളും ഒരു മുന്നണിയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് പറയുന്നത്, ഞാൻ ഈ നേരത്തെ NDAയുടെ തീരുമാനമൊക്കെ ഒരു പക്ഷേ പപ്പാടെ തീരുമാനങ്ങളായിരുന്നെങ്കിൽ, ഇത് പാർട്ടിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള 2ാം നിരയുടെ മുഴുവൻ ആളുകളും BJP എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിന് മറ്റൊന്നും കാര്യമല്ല. ഒന്ന്, രാഷ്ട്രീയം പഴയ കാലഘട്ടമല്ല, രാഷ്ട്രീയം മാറുകയാണ്.
കേരള കോൺഗ്രസ് എന്ന് പറയുന്ന, പപ്പ എപ്പോഴും പറയാറുണ്ട് കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന്. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ആ സംവിധാനത്തിന് ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മേഖലയിലെ കാർഷിക വിഭാഗം, ഞാനും ചേട്ടനും പ്രദാനം ചെയ്യുന്ന മേഖലയ്ക്ക് അടിസ്ഥാനപരമായ കുറേ ഇഷ്യൂസുണ്ട്. കാർഷിക മേഖലയിലെ വിലത്തകർച്ച, നമ്മുടെ കുട്ടികൾ ഈ നാട് വിട്ട് പലായനം ചെയ്യുന്നു, വന്യമൃഗങ്ങൾ നമ്മുടെ പ്രശ്നമാണ്, സാമ്പത്തിക രംഗത്തെ വലിയ തകർച്ച, കടക്കെണിയിലാണ് നമ്മുടെ മേഖല. അപ്പോൾ ഇതിന് ഒരു 10 വർഷത്തിനപ്പുറത്ത് ഈ മേഖലയെ ഈ മേഖലയെ പ്രദാനം ചെയ്യുന്ന കർഷക വിഭാഗത്തെ പിടിച്ചു നിർത്താൻ ഒരിക്കലും കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിന് ഇനി കഴിയില്ല. ഞാൻ മുമ്പോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് 25 വർഷം മുമ്പിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് 40 വയസ്സുണ്ട്. എനിക്ക് 25 വർഷം മുമ്പിൽ കണ്ട രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ 10 വർഷത്തിനപ്പുറത്ത് നമുക്ക് ഇവിടെ അതിശക്തമായ ദേശീയ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി, അപ്പം നിങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിയോ, 60കളിൽ രൂപീകൃതമായ പ്രാദേശിക പാർട്ടികൾ, തമിഴ്നാട്, ബംഗാൾ ഒക്കെ ചില എക്സെപ്ഷണൽ കേസുകൾ ഒഴിച്ചാൽ പ്രാദേശിക പാർട്ടികൾ എല്ലായിടത്തും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളായി അവസാനിച്ചു പോവുകയാണ്. ഇതിനൊരു സിസ്റ്റം ഉണ്ടാകണം. ഇപ്പോൾ ഞാനൊരു വ്യക്തി മാത്രമായ ഒരു പ്രസ്ഥാനം മുമ്പോട്ടുണ്ടായാൽ ഞാൻ മോശമാകുമ്പോൾ ആ വ്യക്തി മോശമാകുകയാണ്. പക്ഷേ BJPക്ക് അകത്ത് എത്രയോ നല്ല ആളുകളുണ്ട്, ചിലപ്പോൾ ഈ പാർട്ടിക്കകത്ത് മോശം ആളുകളുണ്ടാകും. പക്ഷേ ഒരു മോശമായ ഒരാൾ വിചാരിച്ചാൽ BJP തകർക്കാൻ പറ്റുമോ? മോശമായ ഒരാൾ വിചാരിച്ചാൽ കോൺഗ്രസിനെ തകർക്കാൻ പറ്റില്ല. ആ വ്യക്തി മോശമാകും, ഒരു കാലഘട്ടം കഴിയുമ്പോൾ അയാൾ പുറത്തു കൊണ്ടുവരും. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു 3 ടയർ മോണിറ്ററിംഗ് ഉള്ളൊരു കാര്യമാണ്. ഇപ്പം നരേന്ദ്രമോദിക്ക് പോലും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഒരു പക്ഷേ ചേട്ടനും ഒരു പ്രധാനമന്ത്രി എന്നതിൽ ഏറെ സംസാരത്തിലൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പോലും മോശമാകാൻ കഴിയില്ല ഈ പാർട്ടി. കാരണം അദ്ദേഹത്തിൻ്റെ മുകളിലും ഒരു ഒബ്സർവൻസ്, ഈ പാർട്ടി എന്ന നിലയിൽ സംഘടനയുടെ ഒരു വലിയ നിരീക്ഷണമുണ്ട്. അപ്പോൾ ഇനി മുമ്പോട്ടുള്ളൊരു പ്രയാണത്തിൽ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. എന്നിലൂടെ ഇപ്പം ചേട്ടൻ പറഞ്ഞില്ലേ, ക്രൈസ്തവ വിഭാഗങ്ങളെയും കർഷകരെയും ഒക്കെ, മധ്യകേരളത്തിലെ കർഷകരെയൊക്കെ പാർട്ടിയിലേക്ക് അടുപ്പിക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. അത് എന്നിലൂടെ, എൻ്റെ പാർട്ടിയിലൂടെ, ഞങ്ങൾ കടന്നു വരുന്നതിലൂടെ ആ സ്പേസ് ഫില്ല് ചെയ്യാൻ കഴിയണം. അപ്പോൾ പരസ്പരപൂരിതമായി അവർക്കും നമുക്കും BJPക്കും പഴയ ജനപക്ഷത്തിനുമൊക്കെ ഗുണകരമാകുന്ന ഒരു ഏറ്റവും നല്ല തീരുമാനമാണ് ഇതിന്. എന്നോട് പലരും പറഞ്ഞു, ഇപ്പോഴും പലരും എന്നെ കോൺഗ്രസിലേക്ക് വരണം, താങ്കൾ BJP നിൽക്കുന്ന ആളല്ല. ഈയിടെ പരസ്യമായ ഒരു ചാനലിൽ ഇരുന്ന് എന്നോട് പറഞ്ഞു, താങ്കളെക്കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസമില്ല, താങ്കൾ നിൽക്കുന്ന സ്ഥലമാണ് പ്രശ്നം. ഞാൻ അവരെ തിരിച്ചു വിളിക്കുകയാണ്. BJPയിലേക്ക് കടന്നു വരേണ്ടി വരും. ഈ പറയുന്ന ഞാൻ നാളുകളിൽ ഈ കേരള കോൺഗ്രസ്സായി ഇന്ന് നിൽക്കുന്ന പ്രായാധിക്യം കടന്നു പോയില്ലെങ്കിൽ ഇന്ന് കേരള കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ കാണുന്ന ഓരോ വ്യക്തികളും ഒന്നെങ്കിൽ BJPയിലേക്ക് അല്ലെങ്കിൽ BJPയുടെ മുന്നണിയിലേക്ക്. മുന്നണി രാഷ്ട്രീയത്തെക്കാൾ BJPക്ക് എപ്പോഴും നല്ലത് BJP രാഷ്ട്രീയം തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്കൊരു മുന്നണിയായിട്ട് ഒരു കുഴപ്പമില്ല, 1-2 സീറ്റ് മത്സരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ BJP തരും മുന്നണിയായിട്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്കിപ്പോൾ കാസർഗോഡ് ചെന്നു, ഞാൻ കോഴിക്കോട് ചെന്നു, ഏത് ജംഗ്ഷനിൽ ഇറങ്ങിയിരുന്നാലും എനിക്ക് 50 പാർട്ടിക്കാരുണ്ട്. പക്ഷേ അല്ലേ അവിടെ MLA ഉണ്ടാവില്ല. MLAമാരുള്ള ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയേക്കാൾ വലിയ രാഷ്ട്രീയ പാർട്ടി BJPയാണ്. അതെ, സംശയമൊന്നുമില്ല. കേരളത്തിൽ ഏറ്റവും വലിയ കേഡർ സിസ്റ്റമുള്ള രാഷ്ട്രീയ പാർട്ടി CPM ആണെന്ന് നമ്മൾ പറയും. പക്ഷേ ഒരു പടി അതിൻ്റെ മുകളിലാണ് ഇന്ന് BJP. ഞാൻ ഒരു അവകാശവാദമല്ല പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയ BJP ഒരു കേഡർ സിസ്റ്റത്തിൽ ആത്മാർത്ഥയുള്ള പാർട്ടി പ്രവർത്തകരുടെ എണ്ണം, താഴെ തട്ടിലേക്ക് ആത്മാർത്ഥമുള്ള പാർട്ടി പ്രവർത്തകരുടെ എണ്ണം എടുത്താൽ ഒരു പടി മുമ്പിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ചോദിക്കുന്ന ചോദ്യം അവിടെയല്ല, 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, PC ജോർജും ഷോൺ ജോർജും 2 വ്യക്തികൾ പോയതുപോലായി പോയി ഇത് ചേരുമ്പോൾ. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഒരു MLA ആയിരുന്നു, ഒറ്റയ്ക്ക് MLA ആയി, ഒറ്റയ്ക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, നിരവധി പഞ്ചായത്ത് അംഗങ്ങളുള്ള ഒരു പാർട്ടി, ആ ഒരു ഒറ്റയ്ക്ക് നിന്നാൽ കിട്ടാവുന്ന ഒരു അക്കമഡേഷൻ അല്ലെങ്കിൽ പദവികൾ ഈ BJPയുടെ ഭാഗമോ കിട്ടാതെ വരിക എന്നുള്ളത് അതൊരു പേഴ്സണൽ നഷ്ടമല്ല, രാഷ്ട്രീയ നഷ്ടമല്ല. ഇന്ന് BJPയുടെ വിശാല നേതൃയോഗമാണ്. പഴയ കേരള ജനപക്ഷം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ 31 ഡെലിഗേറ്റ്സ് അവിടെ പങ്കെടുക്കുന്നുണ്ട്. 31 പേർ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഴുവൻ പേരെയും ഔദ്യോഗികമായി ഇന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പം പാർട്ടിയുടെ പുനഃസംഘടന വരികയാണ്. അപ്പം ദേശീയ പ്രസിഡന്റ് മുതൽ പുനഃസംഘടിക്കപ്പെടാൻ പോവുകയാണ്. നിലവിലുള്ള ആളുകൾ തുടരാതിരിക്കാം, പക്ഷേ പുനഃസംഘടന പാർട്ടിയുടെ ഔദ്യോഗികമായിട്ട് വരികയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ
ഇതിൻ്റെ ഇടയിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നൊരു കാര്യം പുനഃസംഘടനയിലൂടെ മാത്രം ഇപ്പോൾ പുനഃസംഘടനയ്ക്ക് 2 വർഷമുണ്ട്, സ്വാഭാവികമായിട്ട് അക്കോമഡേഷൻ ചർച്ചയിലുണ്ടാക്കും. അപ്പോൾ ഈ പുനഃസംഘടന മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഔദ്യോഗികമായ അക്കോമഡേഷൻസ് വരാത്തത്. ഒരു സംശയം കൂടെ അതുമായി ബന്ധപ്പെട്ട്, ഇപ്പം സ്വാഭാവികമായും ജനപക്ഷം BJPയുടെ ഭാഗമാകുമ്പോൾ ഈ പൂഞ്ഞാർ മണ്ഡലം ഉൾപ്പെടുന്ന ഇടങ്ങളിൽ BJP ഇരട്ടി അധികം കരുത്ത് പ്രാപിക്കുക, ആ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഭാരവാഹികളടക്കം അവിടെയുള്ള ആ ഒരു ചലനം ഉണ്ടായിട്ടുണ്ടോ എല്ലായിടത്തും? ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ, ഞാനതൊരു ഒരു 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 അഹങ്കാരമായിട്ട് പറയാം. ജനപക്ഷത്തിൽ എല്ലാവരും തന്നെ BJP എവരിബഡി മാത്രമല്ല ചേട്ടൻ തന്നെ. ഇപ്പം എൻ്റെ പറയാം, എൻ്റെ നാട്ടിൽ PC ജോർജിൻ്റെ ആരാധകർ ഒരുപാട് പേരുണ്ട്. ജനപക്ഷമായിട്ട് രംഗത്തുണ്ടെന്ന് എനിക്ക്, പക്ഷേ PC ജോർജിൻ്റെ ആരാധകരാണ്. അതെനിക്ക് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഒരു CPM-കാരി ചേച്ചിയെ പോയി കണ്ടിട്ട് ഞാൻ ഒരു വോട്ട് ചോദിച്ചു, PC ജോർജിന് വേണ്ടല്ല. അപ്പോൾ എടാ ഇല്ല, ഇത്തവണ അത് ജയിച്ച സമയം, എടാ ഇത്തവണ ഞാൻ ജോർജിനാണ്, ഞാൻ PC ജോർജിനാണ് വോട്ട് ചെയ്ത് എന്നോട് പറഞ്ഞു. അവിടുത്തെ ഏറ്റവും കൊടിമൊത്ത അങ്ങനെ ഒരു ആരാധകർ ഇപ്പോഴും ഉണ്ട് എൻ്റെ നാട്ടിൽ. പക്ഷെ അവരെല്ലാം BJP-ക്കാരായോ എന്നാണ് എൻ്റെ ചോദ്യം. കുറച്ച് ജോലികൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. കാരണം അടിസ്ഥാനപരമായി BJP-യെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ട ഒത്തിരി കഥകൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ കറങ്ങുന്നുണ്ട്. അവിടെ BJP-യുടെ നേതൃത്വത്തിന് മുമ്പിൽ കുറേ പ്രപ്പോസലുകൾ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ പ്രപ്പോസലിന്മേൽ പാർട്ടി നേതൃത്വം ആക്ട് ചെയ്യേണ്ടതുണ്ട്. ആക്ട് ചെയ്താൽ ഇപ്പോൾ ജനപക്ഷത്തിനപ്പുറത്ത് പാല, തൊടുപുഴ, കാഞ്ഞിരപ്പള്ളി ഈ മേഖലയിലൊക്കെ ജനപക്ഷവുമായി പോലും ബന്ധമില്ലാത്ത 100 കണക്കിന് ചെറുപ്പക്കാർ BJP-യിലേക്ക് കടന്നു വരണം എന്ന് എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ നുണ പറയുന്നല്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇൻഡയറക്റ്റ്ലി BJP-ക്ക് വേണ്ടി ജോലി എത്ര വൈദികർ, അവരുടെ മനസ്സ്, അതായത് അവരൊന്നും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരല്ല, വൈദികർ ഇപ്രാവശ്യം BJP വരണം. കാരണം ഇവിടെ ഒരു സാമുദായികപരമായ ഒരു ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഇവിടുത്തെ മുന്നണി നേതൃത്വങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വലിയൊരു ധ്രുവീകരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ BJP-യെക്കുറിച്ച് പറഞ്ഞ് 2026 സ്വാഭാവികമായിട്ട് ഒരു വിലയിരുത്തൽ, 2026 BJP-ക്ക് ഒരു 10 സീറ്റ് വരെ കിട്ടാം, 2031 പ്രതിപക്ഷമാകാം, അത് കഴിഞ്ഞ് അധികാരത്തിൽ വരാം, BJP വളരുകയാണ്. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടാൽ 2026 പോലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ കഴിയുന്ന പൊട്ടൻഷ്യൽ BJP-ക്കുണ്ട്. കാരണം ആ വോട്ട് പെർസെൻറ്റേജിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യപ്പെട്ട 3% കൂടെ ഇനി ഒരു 9% കൂടെ വളരെ ഈസിലി ആഡ് ചെയ്യാൻ പറ്റും. 1-2 കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുത്താൽ ഈ അതായത് 20 എന്നുള്ളത് 29-ലേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതിനുള്ള ഇക്വേഷൻസ് കേരളത്തിൽ ഇപ്പോൾ റെഡിയാണ്. പക്ഷേ ഇത് ദേശീയ നേതൃത്വത്തിന് പിടികിട്ടേണ്ടേ? സംസ്ഥാന നേതൃത്വത്തിന് പിടികിട്ടും ഞാൻ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ദേശീയ നേതൃത്വത്തിൻ്റെ. ഇപ്പോൾ PC ഉദാഹരണത്തിന് നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചത് കൃത്യമായ ദേശീയ നേതൃത്വത്തിൻ്റെ പ്ലാനിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ഈ പ്ലാൻ, അതായത് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഈ കോട്ടയം കാഞ്ഞിരപ്പള്ളി പാല, അറ്റ്ലീസ്റ്റ് കാഞ്ഞിരപ്പള്ളി പാല മുണ്ടക്കയം തൊടുപുഴ മുണ്ടക്ക ഈ ഭാഗത്ത് നിങ്ങളുടെ പ്ലാൻ എനിക്ക് വിശ്വാസമുണ്ട്. ഈ വിശ്വാസം ദേശീയ നേതൃത്വത്തെ നിങ്ങളെങ്ങനെ ബോധ്യപ്പെടുത്തും? ഞാനൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അവർ വായിക്കുമോ? അല്ല, അത് വായിക്കുന്ന ആളുകളുടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചില ഞാനൊരു ദേശീയ നേതാവൊന്നും അല്ലെങ്കിലും എന്നെ വിശ്വാസമുള്ള ചില ആളുകൾക്കടുത്ത് ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അടുത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അല്ലാതെ ഇവിടുന്നെല്ലാം മറ്റേ അറിയാതെ ഓർമ്മ ഞാൻ ഈ എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ നരേന്ദ്രമോദിയുടെ ആളാണ്, ഞാൻ BJP-യുടെ ആളാണ്. അപ്പോൾ അത് ഞാൻ എല്ലാവരെയും ഇവിടുത്തെ സംസ്ഥാന നേതാക്കളെയും ദേശീയ നേതാക്കളെയും എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മാത്രമേ ഞാനൊരു കാര്യം ചെയ്യുള്ളൂ. ഞാനൊരു പത്രസമ്മേളനം നടത്തുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ അനുവാദം ചോദിക്കാതെ ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല. ഇപ്പോൾ ചാനൽ ചർച്ചയ്ക്ക് വരാണെങ്കിൽ പാർട്ടി ഔദ്യോഗികമായി ഏൽപ്പിക്കാതെ ഞാൻ പറയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനവും ഔദ്യോഗികമായി സംസ്ഥാന പ്രസിഡന്റ് അനുമതിയോടുകൂടി തന്നെയാണ് ഞാൻ പത്രസമ്മേളനം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ഞാനൊക്കെ കണക്കാക്കിയിരുന്നത്. ഞാനും. അത് സംഭവിക്കാതെ പോയത് വലിയൊരു ഷോക്കായില്ലേ? ഒരിക്കലുമില്ല. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട് മറ്റൊന്നാണ്. PC ജോർജിനെ അവർക്ക് ആവശ്യം സംസ്ഥാനത്താണ്. അതാണ് അടിസ്ഥാനപരമായ വിഷയം. പിന്നെ PC ജോർജ് സ്ഥാനാർത്ഥിയാവുമായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നുള്ളതാണ്. ഇപ്പോൾ പത്തനംതിട്ടയുടെ ഒരു സാഹചര്യം എന്നെ പോലെ തന്നെ അറിയാവുന്ന അവിടുത്തെ വോട്ടർ എന്ന നിലയിൽ ചേട്ടൻ അറിയാം. അന്ന് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അനേകം വൈദികർ അച്ഛന്മാർ എന്നെ വിളിച്ചിട്ട് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. ഏത് 2020 സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. ടെക് സാബു എന്നെ വിളിച്ചിട്ട്
എങ്ങനെയെങ്കിലും നീ 20 അവിടെ നിന്ന് ഭയങ്കര സമ്മർദ്ദം 2020 സാറ് എന്നോട് പറഞ്ഞു 2020 സ്ഥാനാർത്ഥിയാണ്. ആ ഒരു വികാരം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അത് പക്ഷേ ഞാൻ പറഞ്ഞത് അനിൽ എനിക്ക് വ്യക്തിപരമായ ഒരു സഹോദരനെ പോലെ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി മാത്രം അടുത്ത വ്യക്തികളാണ്. എനിക്കൊരു സഹോദരനെ പോലെ വ്യക്തിപരമായ അടുപ്പമുണ്ട് ഇന്ന് അനിലുമായിട്ട്. അവിടുന്ന് ഒരു തീരുമാനം വന്ന് അനിൽ വന്നു പെട്ടെന്ന്. ഞാൻ പറഞ്ഞില്ല, ആകപ്പാടെ 37 ദിവസം കൊണ്ട് നമുക്ക് അനിലിനെ അവതരിപ്പിച്ചെടുക്കാനൊന്നും പറ്റില്ല. കാരണം പി സി ജോർജ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. ഇത് ഡിഫറൻസ് അതാണ്. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പി സി ജോർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനോരമയുടെ സർവേയിൽ ഈയിടെ പറഞ്ഞു ഇപ്പോഴും കേരളത്തിലെ 7ാമത് ഫാൻ ബേസ് ഉള്ള ആളാണ് പി സി ജോർജ്. കാരണം ആ രാഷ്ട്രീയത്തിനപ്പുറത്ത് ശ്രദ്ധിക്കാത്ത ഒരു വർഗം പി സി ജോർജിനെ ഇഷ്ടപ്പെടുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ. ഒരുപക്ഷെ ഞാനെപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട്, പി സി ജോർജ് ജനിച്ചത് കർഷകനായ ചാക്കോച്ചൻ്റെ മകനായിട്ടാണ്. എന്നാൽ ചാക്കോച്ചൻ, ഷോൺ ജോർജ് എന്ന ഞാൻ ജനിച്ചത് പൊളിറ്റീഷ്യനായ പി സി ജോർജിൻ്റെ മകനായിട്ട്. ഇത് രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ രാഷ്ട്രീയം കണ്ടു വളർന്നു. അദ്ദേഹം ഒരു കർഷകൻ്റെ മകനായി ജനിച്ച് ആ ശൈലിയാണ് പിന്തുടരുന്നത്. അതിഷ്ടപ്പെടുന്നൊരു വർഗമുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് വരുന്ന 20 വർഷക്കാലം സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ എന്നോട് വരുന്ന 20 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്നാണ്. അതിനിടയിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല മത്സരിക്കാനാണ് മത്സരിക്കും. ഇനി മധ്യകാലത്ത് നിന്ന് സംഘടനാ പ്രവർത്തനം നടത്താനാണെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു ഉദാഹരണം, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാൻ പോയില്ലെങ്കിൽ പാർട്ടിക്ക് ഒരു 25 സീറ്റ് പഞ്ചായത്തിൽ കൂടുതൽ കിട്ടിയിരുന്നു. ഞാൻ പുറത്ത് നിന്നായിരുന്നെങ്കിൽ. ഞാൻ ഒരിടത്തോട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയുള്ളൂ. ഒരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൽഫിഷ് ആവുമല്ലോ. ഒരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജയം മാത്രമാണ്. എനിക്ക് വേറെ ഡ്യൂട്ടികളില്ല, വേറെ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ വാർഡ് മാത്രമാണ് എൻ്റെ ശ്രദ്ധ. നേരെ മറിച്ച് 2015 തെരഞ്ഞെടുപ്പിൽ ചേട്ടൻ്റെ നാട്ടിലുൾപ്പെടെ 24 മണിക്കൂർ ഞാൻ കണമല ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞാൻ ഫുൾ ടൈം, അതായത് കണമല ഏഞ്ചൽ വാലി മേഖലയിൽ മുഴുവൻ വീടും കയറി മനസ്സിലായില്ല. അപ്പോൾ അത്രയും സ്പ്രെഡ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാൾ എനിക്ക് എൻ്റെ വാർഡിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. അപ്പോൾ സംഘടനാ പ്രവർത്തന രംഗത്ത് പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്ന സംഘടനാ പ്രവർത്തന രംഗത്ത് ഏറെ നിർണായകമാണ്. ഞാൻ ഈ 2020 മത്സരിച്ചില്ലായിരുന്നെങ്കിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ 2021 പി സി ജോർജ് തോക്കില്ലായിരുന്നു. കാരണം എനിക്ക് അതിനുള്ള പണി, സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ഈ നിയമസഭയ്ക്കുള്ള പണി ചെയ്തു. എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ. CPM നേട്ടം അതാണ്. അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ വർക്ക് ചെയ്തെടുത്തിട്ടാണ് അടുത്ത നിയമസഭ. ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെടുന്നത് അടുത്ത നിയമസഭയല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് കേരളത്തിൽ അതിശക്തമാണ്. ശരിക്കും പ്രാദേശിക സർക്കാരുകളാണ് ജനങ്ങളുമായിട്ട്. ഒരു വാർഡിൽ ഏറ്റവും കുറവ് 100-400 പേരാ പഞ്ചായത്ത് മെമ്പറുമായിട്ട് നേരിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 5-8 പേര് സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുന്ന ഒരു വാർഡിലുണ്ട്. അത് പെൻഷൻ വാങ്ങിക്കുന്നവരായിട്ടും അതുപോലെ നമ്മുടെ CDS, കുടുംബശ്രീ, പിന്നെ ഇപ്പോൾ ഹരിത കർമ്മസേന, പഞ്ചായത്ത് മെമ്പർ, അതുപോലെ അംഗൻവാടി ടീച്ചർ, എത്ര പേരാണ് ഒരു വാർഡിൽ ശമ്പളം മേടിക്കുന്നവരുണ്ട്. ഇതെല്ലാം പഞ്ചായത്ത് മെമ്പറായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ പദ്ധതി ഉണ്ടോ? BJPക്ക് വേണ്ടി പദ്ധതി ഷോണിൻ്റെ 100% അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ പാർട്ടിയുടെ ഔദ്യോഗിക ഒരു പദവിയില്ല. ഒരു പദവി ഞാൻ പക്ഷേ എനിക്ക് എല്ലാ ഏത് പദവിയേക്കാൾ കൂടുതൽ അംഗീകാരം എനിക്ക് പാർട്ടിയിൽ നിന്ന് തരുന്നുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ മാത്രമല്ല, ജനപക്ഷത്ത് നിന്ന് എല്ലാവർക്കും ഇൻക്ലൂഡിങ് പി സി ജോർജ് മെമ്പർഷിപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പം 2006 തന്നെ മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്പ്പിച്ചിരുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. അതിനൊരു തിരിച്ചടി ഉണ്ടാക്കിയത് പി സി ജോർജ് ആണ്. യഥാർത്ഥത്തിൽ പിണറായിയുടെ മകളും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് തന്നെയാണോ? എന്താണ് അതിൻ്റെ 100%? ഈ പണമിടപാട് എന്തിനു നടന്നു, അതെ, അതിപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കേരള സമൂഹം ഏറ്റവും പുച്ഛത്തോടു കൂടി കാണുന്ന രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഇന്ന് 90% ആളുകളും ഒരേ വാക്കിൽ, കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ പറയും പിണറായി വിജയനാണ്. ഇപ്പം ഞാൻ പറയില്ല, ഇപ്പം അവിടെ ഇരിക്കുന്ന ആ കേസിന് ഒരു സ്റ്റഫ് പിണറായി ശിക്ഷിക്കാൻ മാത്രമില്ല. കിട്ടും. എന്താണെന്നറിയോ? ലാവലിൻ്റെ ട്രാൻസാക്ഷൻ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് പൊക്കിയാൽ മതി. അതെടുത്താൽ ഇവിടെ സാധനമാണ്. അതായത് ഈ പിണറായിയെയും മകളെയും ജയിലിലാവുന്നത് വരെ നിങ്ങൾ പോരാട്ടം തുടരും? തീർച്ചയായിട്ടും. അതാണ് നിങ്ങളുടെ ലക്ഷ്യം? അതെ, തീർച്ചയായിട്ടും. അതിന് നോ കോംപ്രമൈസ്. അതിനുള്ള മാൻഡേറ്റ് എനിക്ക് എൻ്റെ പാർട്ടി തന്നിട്ടുണ്ട്.